إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയും ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അല്ലാഹുവിനെ ഓർക്കുന്നതിൻ്റെ, ജീവിതത്തിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ തുടർച്ച എന്നോണം അല്ലാഹുവിനെ ഓർക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഓർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഒരൽപ്പം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അത് എല്ലാ സമയത്തും ദിക്റുകൾ നിറഞ്ഞതായിരിക്കണം. എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുന്ന രീതിയിലാണ് ഇസ്ലാമിലെ ഇബാദത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത് തന്നെ.
ഒരു സത്യവിശ്വാസി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കയിലേക്ക് പോകുമ്പോഴും ഒരു വിശ്വാസി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഒരു വിശ്വാസിയുടെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് ഇടയിലുള്ള എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തേണ്ടതുണ്ട്. അവൻ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷവും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും എല്ലാം അവൻ അല്ലാഹുവിന്റെ നാമത്തിലാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാം ദിക്റുള്ളയാണ്. അവന്റെ 5 നേരത്തെ ഫർള് നമസ്കാരം, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള മറ്റ് ദിക്റുകൾ, മറ്റ് ഇബാദത്തുകൾ എന്നിവയുടെ എല്ലാം സത്യവിശ്വാസികൾക്ക് എല്ലായ്പ്പോഴും ദിക്റുള്ള നിലനിർത്താൻ സാധിക്കുന്നു എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ദുനിയാവിന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്ത് ജുമുഅയിലെ 10-ാമത്തെ വചനം, അതാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ. അങ്ങനെ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളണം. ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീടെന്തായി എന്ത് ചെയ്യാം? കച്ചവടവുമായി നിങ്ങൾ ഭൂമിയിൽ, നിങ്ങളുടെ മഈശത്തുമായി നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക. അങ്ങനെ വ്യാപിച്ചു കൊള്ളുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യുക എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യണം. നമ്മൾ മഈശത്തുമായി നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ അന്നം തേടി നമ്മൾ ഇറങ്ങുമ്പോൾ പോലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 15-ാമത്തെ വചനം. എന്താണ് റബ്ബ് പറഞ്ഞത്? അല്ലാഹുവാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നത്, അത് സഞ്ചാരയോഗ്യമാക്കി തന്നത്, അതിൽ കച്ചവടവും നിങ്ങൾ ദുനിയവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് റബ്ബാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. ഭൂമിയിലൂടെ നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തന്നത് അല്ലാഹുവാണ്. ആ ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ കൃഷി, അതുപോലെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇലൈഹി നുശൂർ, അവങ്കിലേക്കാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്ക് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ, ദുനിയാവിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ കച്ചവടം നടത്തുമ്പോഴും കൃഷി നടത്തുമ്പോഴും ബിസിനസ് ആണെങ്കിലും ഏത് ആവശ്യത്തിലാണെങ്കിലും ദുനിയാവിന്റെ ഏത് ആവശ്യത്തിലൂടെയും നമ്മൾ പോകുമ്പോഴും അവിടെയും നിങ്ങൾ മറന്നു പോകരുത്. വഇലൈഹി നുശൂർ, നിങ്ങൾ അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. അവസാനം നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കിലേക്കാണ് ചെന്നെത്തുക എന്നത്. ഉപജീവന മാർഗം അന്വേഷിച്ച് ഭൂമിയിലൂടെ നടക്കുമ്പോൾ ആഖിറത്തിന്റെ കാര്യം അത് മറന്നു പോകരുത് എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്.
അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നതിനും ദിക്റുകൾ നിലനിർത്തുന്നതിനും ഖുർആനിലും സുന്നത്തിലും വളരെയധികം ശ്രേഷ്ഠതകൾ കാണാൻ സാധിക്കും. അത്തരക്കാർക്ക് വലിയ നേട്ടങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ ഓഫറുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹു. അതിൽപ്പെട്ട ഒന്നാണ് വിജയം ലഭിക്കുമെന്ന്. ഇതേ ആയത്തിൽ 62-ാം അധ്യായം സൂറത്ത് ജുമുഅയിലെ ഇപ്പോൾ ഓതിയ അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം എന്താണ്? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു, അങ്ങനെ ജുമുഅ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളണം. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് റബ്ബ് പറയുകയാണ് വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്തു കൊള്ളുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ വ്യാപകരാകുമ്പോഴും അവിടെയും അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവർക്കേ വിജയമുള്ളൂ, ഓർക്കാത്തവർക്ക് വിജയമില്ല. വിജയത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, തഫ്സീർ സഅദി പറഞ്ഞതായി കാണാം, വിജയത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും വലുത് അത് അള്ളാഹുവിനെ ഓർക്കുക എന്നത്. വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സൈന്യ സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുകയും ചെയ്തു കൊള്ളുക. അങ്ങനെ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. എവിടെയാണ് ഈ സമയത്ത് പറയുന്നത്? ഒരു സൈന്യത്തെ കണ്ടുമുട്ടുമ്പോൾ, യുദ്ധമുഖത്ത് ഒരു സൈന്യത്തെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. ആ സമയത്തും നിങ്ങൾ അല്ലാഹുവിനെയാണ് ഓർക്കേണ്ടത്. റബ്ബിനെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിജയത്തിന്റെ നിദാനം റബ്ബിനെ ഓർക്കുക എന്നതാണ്. റബ്ബിനെ ഓർക്കാത്തവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും, അവർക്കൊരു വിജയവും ഉണ്ടാവുകയില്ല. നമ്മുടെ തന്നെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. അള്ളാഹുവിനെ ഓർക്കുന്ന ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചു പോകുന്ന ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന നമ്മുടെ വിജയങ്ങളും നമുക്കുണ്ടാകുന്ന നിരാശവും പരാജയങ്ങളും നമ്മൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്താൽ മതി. രണ്ടാമത്തെ നേട്ടം എന്താണ്? പാപമോചനവും മഹത്തായ പ്രതിഫലവും ലഭിക്കുമെന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ പറയുകയാണ്, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹഹു. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വല്ലവരും ഒരുമിച്ച് കൂടിയാൽ ആകാശത്തു നിന്ന് ഒരു വിളിയാളം വരും. ആ വിളിയാളം വിളിച്ചു പറയുന്നത് എന്താണ്? അവിടുന്ന് വിളിച്ചു പറയുകയാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ പോയിക്കൊള്ളുക. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. എങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ ഒരുമിച്ച് കൂടിയ സംഘം? ആ സംഘം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവർക്ക് ആകാശത്തു നിന്ന് വിളിച്ചു പറയും, നിങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞവരായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി സ്വർഗത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. സയ്യിആതികും ഹസനാത്ത്. എന്നിട്ടോ ചെയ്തു പോയ തിന്മകൾ അവർക്ക് നന്മയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ ഓർത്ത ആളുകൾക്ക് ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ, മോശപ്പെട്ട കാര്യങ്ങൾ അത് പുറത്തു കൊടുക്കുക മാത്രമല്ല, ആ സ്ഥാനത്ത് അള്ളാഹു ഹസനാത്താക്കി കൊടുക്കുന്നു, നന്മയാക്കി മാറ്റി. എന്നിട്ട് അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് അവരോട് പോകാൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. രണ്ടാമത്തെ നേട്ടമാണ്
പാപമോചനം ലഭിക്കുക. പാപമോചനം ലഭിക്കുന്നത് മാത്രമല്ല, മഹത്തായ പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ്. ആ പ്രതിഫലമാണ് എന്ത്? സ്വർഗം എന്നത്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما إن المسلمين والمسلمات അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ, അല്ലാഹുവിന് കീഴ്പ്പെട്ടവരായ സ്ത്രീകൾ, മുഅ്മിനത്തായ മുസ്ലിമായ പുരുഷന്മാരും സ്ത്രീകളും, വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, ഭയഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും, സത്യസന്ധന്മാരായ പുരുഷന്മാരും സ്ത്രീകളും, ക്ഷമാശീലരായ പുരുഷന്മാരും സ്ത്രീകളും, വിനീതന്മാരായ പുരുഷന്മാരും സ്ത്രീകളും, സ്വതക്ക നൽകുന്ന ദാനം ചെയ്യുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, വ്രതമനുഷ്ഠിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും ഇവർക്ക് തീർച്ചയായും അല്ലാഹു പാപമോചനം നൽകുന്നു, മഹത്തായ പ്രതിഫലം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഇത്തരം ആളുകൾക്ക് ധാരാളമായി അവർക്ക് പാപമോചനം നൽകുകയാണ്. അല്ലാഹു ഓർക്കുന്ന ആളുകൾ അവർക്ക് അത് മാത്രമല്ല, ധാരാളമായി പ്രതിഫലവും അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ നേട്ടം എന്താണ്? അല്ലാഹുവിനെ ഓർക്കുന്നവരെ അല്ലാഹു തിരിച്ചും ഓർക്കുമെന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അല്ലാഹുവിനെ ഓർക്കാത്തവരെ അല്ലാഹു ഓർക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, 2-ാം അധ്യായം സൂറത്ത് ബഖറ 152-ാമത്തെ വചനം, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കാതിരിക്കുക. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ധാരാളമായി അല്ലാഹു ഓർത്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മെയും ഓർക്കും. അല്ലാഹുവിനെ ഓർക്കാത്തവരാണോ അല്ലാഹു നമ്മെ തിരിച്ചു നോക്കുകയില്ല, നമ്മെ ഓർക്കുകയില്ല. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം, നന്ദികേട് കാണിച്ച് ജീവിക്കരുത് എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു തആല അന ഇൻദ ظنി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. എന്റെ ദാസൻ എന്നെ വിചാരിക്കും പോലെയാണ് ഞാൻ അവനെയും വിചാരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത്, അതേപോലെയാണ് അല്ലാഹു നമ്മളെ ഓർക്കുക. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് മോശപ്പെട്ടാണോ ചിന്തിക്കുന്നത്, റബ്ബ് നമ്മളെ കുറിച്ച് മോശപ്പെട്ടായിരിക്കും. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകണം. നല്ല വിചാരമുള്ളവനെ അല്ലാഹു അതുപോലെയായിരിക്കും വിചാരിക്കുക. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ, അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹുവിനെ ഓർക്കുന്നവരെ കൂടെ അല്ലാഹു ഉണ്ടാകും. അവർക്ക് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ശാന്തിയായി സമാധാനമായി റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല എന്നിട്ട് പറയുകയാണ്, അവൻ സ്വയം മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും സ്വയം മനസ്സിൽ ഓർക്കും. ഒരു സംഘത്തിൽ വെച്ചാണോ അവൻ എന്നെ ഓർക്കുന്നത് എങ്കിൽ ആ സംഘത്തിനേക്കാളും ഏറ്റവും ഉത്തമന്മാരായ സംഘത്തിൽ വെച്ച് ഞാനും അവരെ കുറിച്ച് ഓർക്കുമെന്നാണ്. നമ്മൾ യാത്ര പോകണം സംഘത്തെ കൂടെ. ആ സംഘത്തെ കൂടെ യാത്ര പോകുമ്പോൾ റബ്ബിനെ കുറിച്ച് നല്ല വർത്തമാനങ്ങൾ പറയുക, റബ്ബിനെ കുറിച്ച് നല്ല ചിന്തകൾ പറയുക. അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ
അതിനേക്കാളും നല്ല സംഘത്തിന്റെ കൂടെ അള്ളാഹു നമ്മെ കുറിച്ച് പറയുമെന്നാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ധാരാളം സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ കോടിക്കണക്കിന് മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. ആ നമ്മളെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ സംഘത്തിൽ വെച്ച് നമ്മളെ കുറിച്ച് ഓർക്കുമെന്ന് പറയുന്നത്, അവൾ വെച്ച് വർത്തമാനം പറയുമെന്ന് പറയുന്നത്. ആ സംഘത്തിന്റെ കൂടെ കൂടാൻ നമുക്ക് സാധിക്കണം. അതിന് റബ്ബിനെ കുറിച്ച് നല്ല ചിന്തകൾ നല്ല സംഘത്തിന്റെ കൂടെ കൂട്ടായ്മയുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ 35-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, അവങ്കലേക്ക് ഉത്തമമായ വചനങ്ങൾ കയറിപ്പോകും. അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല വർത്തമാനങ്ങൾ, ഏറ്റവും നല്ല ചിന്തകൾ, ഏറ്റവും നല്ലത് അല്ലാഹുവിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അല്ലാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, നല്ല വർത്തമാനങ്ങളാണ്, നല്ല പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളുടെ ആ വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ വർത്തമാനമാണ് ദിക്റുല്ലാഹ് എന്നത്. ആ ദിക്റ്, അല്ലാഹുവിനെ ഓർക്കുന്ന വർത്തമാനം പറയുന്നത് കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയും അങ്ങനെ ആ വർത്തമാനങ്ങൾ അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. പാരായണം, ഖുർആൻ പാരായണങ്ങൾ, പ്രകീർത്തനം, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രമല്ല എല്ലാ നല്ല വാക്കുകളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. അല്ലാഹുവിന്റെ അടുക്കൽ അത് പ്രദർശിപ്പിക്കപ്പെടും. ഉന്നതമായ ലോകത്തെ ആളുകൾക്കിടയിൽ അത് ചെയ്തവനെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തി പറയുമെന്ന് തഫ്സീർ സഅദി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. ഉന്നതന്മാരായ ഏറ്റവും നല്ല ശ്രേഷ്ഠവാന്മാരായ ആളുകളെ കൂട്ടത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്തവരെ, പാരായണം ചെയ്തവരെ, അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹും ഒക്കെ പറഞ്ഞവരെ, നല്ല വർത്തമാനങ്ങൾ പറയുന്നവരെ കുറിച്ച്, അവരെ കുറിച്ച് അല്ലാഹു വാഴ്ത്തപ്പെട്ട് പുകഴ്ത്തി പറയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഓർക്കണമെന്നും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാലാമതായി, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടമാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ പറയുന്നതാണ്, ഒരു ശാന്തിയില്ല, സമാധാനമില്ല, സ്വൈര്യമില്ല, മനസ്സിന് അസ്വസ്ഥതകളാണ് എന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്. ഖുർആൻ ഓതുന്ന, അതുപോലെ നിസ്കരിക്കുന്ന, ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അത്തരം മനഃശാന്തി ലഭിക്കാതെ പോകുന്നത്, മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമായി തീരുന്നത്. എന്താണ് പറയുന്നത്? അറിയണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ആ ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമായി തീരുക. അതല്ലാത്ത മറ്റൊരു മാർഗവും മനസ്സുകൾ ശാന്തമാകാനില്ല എന്നാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സുകൾ ശാന്തമായിരിക്കും. ദിക്റുള്ളയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മനഃശാന്തി ലഭിക്കും. ഇന്ന് നേരം വെളുത്തപ്പോൾ രാവിലെ സുബഹി നമസ്കരിച്ചവരാണ് നമ്മൾ. സുബഹി നമസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലിയ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട്? അല്ലാഹുവിനെ ഓർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ചെല്ലാതായി.
അള്ളാഹുവിനെ ഓർക്കാതെ മനസ്സിന് ശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് ലഭിക്കുകയില്ല. കാരണം മനസ്സിന് ശാന്തി തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് പറഞ്ഞത് ശാന്തി ലഭിക്കാൻ ദിക്ർ ചൊല്ലണമെന്നാണ്. ആ ദിക്ർ ചൊല്ലാതെ ശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കൂല, കിട്ടൂല. അതാണ് അള്ളാഹു പറഞ്ഞ അല്ലാ വിദിക്രില്ല, നിങ്ങൾ അറിയണം അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്. അതല്ലാത്ത മറ്റൊരു ചപ്പട വിദ്യയും ഇല്ല എന്ന വേറൊരു എളുപ്പമാർഗവുമില്ല. അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബോധമുള്ള ആളുകൾ നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് ഭയം, ആ ഭയാശങ്കകൾ, അതുപോലെ അസ്വസ്ഥതകൾ ഒന്നും തന്നെ അവർക്ക് ബാധിക്കുകയില്ല. ബോധമുള്ള ആളുകൾ, ആ ബോധം എന്താണ്? ദിക്ർ നടത്തുന്ന, ദിക്ർ ചെല്ലുന്ന ആളുകൾ, അവർക്ക് ഒരു ഭയവുമില്ല, ഒരു പ്രയാസമില്ല. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും, എത്ര തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും, ആരോഗ്യകരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയാലും, ഒന്നിന് പുറമെ ഒന്നൊന്നായി ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടാലും അവർക്ക് അവർ ആണ്ടി ഉലയുകയില്ല. അവരുടെ മനസ്സുകൾ ഉറച്ചു നിൽക്കും. അവർക്ക് അശാന്തി ഉണ്ടാവുകയില്ല. അവർ ദിക്റിന്റെ കൂടെ, അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ കൂടെയാണ് എങ്കിൽ ദിക്റുകളിലൂടെ കടന്നു പോകുന്ന രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ടുന്ന ദിക്റുകൾ, അതിന്റെ ഇടയിലുള്ള ദിക്റുകൾ, അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല, അവർക്ക് ഭയാശങ്കകൾ ഉണ്ടാവുകയില്ല. എപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തവരും അതോടൊപ്പം ധീരചിന്തയുള്ളവരുമായിരിക്കുമെന്നാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും വികാരങ്ങളുമെല്ലാം നിയന്ത്രിതമായി തീരുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ദിക്റുള്ള എന്നത് അതിപ്രധാനമാണ്. ആ ദിക്റിന്റെ കൂടെ സഞ്ചരിക്കാൻ, ജീവിതത്തിൽ എല്ലാ ദിക്റുകളും അത് കാണാതെ അറിയാത്ത ആളുകളാണെങ്കിൽ ഇന്ന് എത്ര സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ദിക്റിന്റെ ആപ്പുകളുണ്ട്. ജമീൽ ആപ്പ് അതിനൊരു പരിഹാരമാണ്. നമ്മുടെ മൊബൈലുകളിൽ ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ വലത്തേ അറ്റത്ത് കാണാം അദ്കാറുകൾ. ജീവിതത്തിൽ ചെല്ലേണ്ടുന്ന എല്ലാ അദ്കാറുകളും അതിലുണ്ട്. രാവിലെ ചെല്ലേണ്ടുന്ന, വൈകുന്നേരം ചെല്ലേണ്ടുന്ന, വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഏതെല്ലാം ദിക്റുകൾ നോക്കി ഓതിയാൽ മതി. കാണാതെ അറിയാത്തവർ അത് കുറേ തവണ നോക്കി പാരായണം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് കാണാതെ പഠിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തീർച്ചയായും അല്ലാഹുവിനെ സ്മരിക്കുന്നത് അത് മനസ്സുകൾക്ക് ആശ്വാസം നൽകുകയും ക്ഷമക്ക് സൗകര്യമുണ്ടാവുകയും ചെയ്യുമെന്നാണ് തഫ്സീർ സഅദി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. സൂറത്ത് ഖാഫിലെ 39-40 ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ സഅദി പറഞ്ഞത് അല്ലാഹുവിനെ സ്മരിക്കുന്നത് മനസ്സുകൾക്ക് ആശ്വാസമുണ്ടാകും. മനസ്സ് ആശ്വാസമില്ലാത്ത സമയം, അശാന്തി ഉള്ള സമയം, അപ്പോഴാണ് എന്ത് വരിക? അപ്പോഴാണ് ക്ഷമ ഇല്ലാതിരിക്കുക, ദേഷ്യപ്പെടുക. ദേഷ്യപ്പെടുന്ന സമയം എന്ന് പറയുന്നത് മനസ്സ് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അതിനുള്ള പരിഹാരമാണെന്ത്? അള്ളാഹുവിനെ ഓർക്കുക എന്നത്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മനസ്സുകൾ ശാന്തമാകും. അവർക്ക് ക്ഷമക്ക് സൗകര്യമുണ്ടാകും, ക്ഷമിക്കാൻ കഴിയും. ഏത് പ്രയാസമുണ്ടെങ്കിലും, ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കും. അങ്ങനെയുള്ള ആളുകളായി മാറാൻ നമ്മൾ സാധിക്കണം. അതുപോലെ ധാരാളം നേട്ടങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിലൂടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സുകൾ ശാന്തമരാകുന്ന ദിക്റുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കുന്നവരായി അല്ലാഹു നമ്മെ എല്ലാം മാറ്റുമാറാകട്ടെ.
അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറഞ്ഞ ഈ നേട്ടങ്ങളെല്ലാം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരിന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവർക്കും ഞങ്ങൾക്കും മഅ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാൻ. അള്ളാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ അനേകം പാപങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം അറിയുന്ന റബ്ബേ, നീ ഞങ്ങൾക്കതെല്ലാം മാപ്പാക്കി പുറത്ത് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ കാരണത്താൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ. നരകത്തിലേക്ക് കടന്നു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നെല്ലാം കൺകുളിർമ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.